സൂത്രം കാണിച്ചരാ ഇങ്ങിടുവാ. അതിരപ്പള്ളി കാണാൻ പോകാൻ വേണ്ടിയിട്ട് കാലത്ത് 5:30 മണിക്ക് എനിക്കിരിക്കണതാണ് കേട്ടോ കാണുന്നത്. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് മാസത്തിലൊരിക്കലും അവിടെ ഒരു വിസിറ്റ് ഉള്ളതാണ് കേട്ടോ. ആദ്യം തന്നെ ആനകൾ വല്ലതും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഏഴാറ്റുമുഖം ഭാഗത്തേക്കാണ് കേട്ടോ പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോഴേക്കും ഒരു 7 മണി ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ സ്വർണ്ണക്കട കേട്ടോ. അവിടെയാണെന്നുണ്ടെങ്കിൽ നല്ല കോടയുണ്ടായിരുന്നു കേട്ടോ. മഴ പെയ്യണുണ്ടായിരുന്നില്ല, അത് കാരണം ഭാഗ്യം. അങ്ങനെ ഞങ്ങൾ ആ വഴി പോയപ്പോൾ നമ്മുടെ സ്ഥിരം പശുക്കൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട്, നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ ആന നേരത്തെ ഇറങ്ങി കയറിപ്പോയി എന്ന് അവിടുത്തെ ഫോറസ്റ്റുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കണ്ട് ഞങ്ങൾ നേരെ പോയത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. വെള്ളച്ചാട്ടമാണെന്നുണ്ടെങ്കിൽ 8 മണി ഇപ്പോൾ തുറന്നിട്ടുണ്ടായുള്ളൂ കേട്ടോ. ഏറ്റവും ഫസ്റ്റ് കയറിയത് തന്നെ ഞങ്ങളാന്ന് പറയാം. പക്ഷെ അവിടെ ചെന്നപ്പോഴല്ലേ കിടപ്പ് മാറിയത്. അവിടെ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഇവരൊക്കെ കാലത്ത് തന്നെ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പുറപ്പെട്ടേക്കാണ് കേട്ടോ. കർണാടക, തമിഴ്നാട് എന്നുള്ളവരാണ് കേട്ടോ ഏറ്റവും കൂടുതലുള്ളത്. വെള്ളം കുറവായതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ കുളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറച്ച് ഇങ്ങനെ അധികം നമുക്ക് ഇറങ്ങി പോകാൻ പറ്റും കേട്ടോ, വെള്ളം ഇല്ലാത്തോണ്ട്. തലക്കൂടെ നല്ലതാണ് അങ്ങനെ ചെയ്യണത്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണും ഇവിടെ ഇവര് ആന വരും. നോക്കിയേ ആനപ്പിണ്ട കണ്ടാ, സൂപ്പറായി. ഒരു സാധനം കാണിച്ചേരാട്ടാ. അതെ, ഇവിടെ വരുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. ദേ ഇവിടെ പാമ്പിന്റെ ഒറയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പൊ ഈ പാമ്പ് ഈ ഭാഗത്ത് തന്നെ ഉണ്ടാവും കേട്ടോ. ഇവിടെ തമിഴന്മാര് കൊറേ വന്നിട്ട് ഇവിടെ അലമ്പുണ്ടാക്കിട്ട് അവരെ കയറിട്ട് കെട്ടുക പറഞ്ഞ അവര് കേൾക്കണല്ലേ. അതെ, ഈ ആനപ്പിണ്ട ആന വരുന്നതാ. വെള്ളം കുടിക്കാനൊക്കെ വരുന്നു. രാത്രി വരും, പിന്നെ രാത്രി വരാറുണ്ട്. പിന്നെ ഒരു ഈ ചേച്ചി പറയാ 10:30 സമയത്ത് വരും. പിന്നെ ഒരു 2:30-3 മണി സമയത്തൊക്കെ വരും. ഇവിടെ ഈ സൈഡ് അപ്പുറത്തെ സൈഡിൽ കൂടി ഇങ്ങനെ വെള്ളം കുടിച്ച് പോകുന്നു. രാത്രി ഉണ്ടാവാറില്ല, പകല്. ദേ ഇത് നോക്ക്, ഫ്രഷ് ആനപ്പിണ്ട കിടക്കണണ്ട. വന്നാ മതിയായിരുന്നു അല്ലേ. നമ്മുടെ കൂടെ വന്ന ഒരാളെ കണ്ണട മിസ്സായി. നമ്മുടെ ലിബിയിലെ തപ്പിക്കൊണ്ടിരിക്കുക. 500-600 അല്ല, 3000 രൂപയുടെ കണ്ണട. 3800 തപ്പി കണ്ണട എടുത്ത് കൊടുക്കണ ആൾക്കാർക്ക് തപ്പല. ചേച്ചിയുടെ ഈ വലിച്ച പറയാ, കുറച്ച് പൈസ കൂട്ടി പറയാൻ. കണ്ണട ചേച്ചി, നിങ്ങ ഫാമിലി ആയിട്ട് നമ്മള് വെള്ളച്ചാട്ടത്തിന്റെ അടിയിലേക്ക് പോയപ്പോ ഏറ്റവും ഫസ്റ്റ് എത്തിയത് അവളാട്ടാ. അതാണ് അവൾ അങ്ങനെ നിൽക്കണത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നോക്കിയപ്പോൾ നല്ല മഴ പെയ്യുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് വെള്ളച്ചാട്ടം. പാറമ കയറി നിന്ന് അഭ്യാസം കാണിച്ചപ്പോൾ ഇറങ്ങി വരാൻ വേണ്ടി പറയണതാട്ടാ ഞങ്ങള്. അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം പാറമ ഞങ്ങൾ വിശ്രമിച്ച് ഇങ്ങനെ വെള്ളച്ചാട്ടം കണ്ടിരിക്കായിരുന്നു കേട്ടോ. അങ്ങനെ ആനേനെ കാണാത്ത വിഷമം ഞങ്ങൾ ഒരു മ്ലാവിൽ ഒതുക്കിയിട്ടാ. അതൊക്കെ കഴിഞ്ഞ് നേരെ പോയത് മലയാറ്റൂരാണ്. മലയാറ്റൂര് പോയി നേർച്ചയൊക്കെ ഇട്ട് തിരിച്ചു പോന്നു കേട്ടോ.